നടിയെ ആക്രമിച്ച കേസിൽ ഇര നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമമെന്ന് ഹൈക്കോടതി. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ഇടെയാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഉത്തരവ് പറയാൻ മാറ്റി വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ ഹൈക്കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ആണ് പറഞ്ഞത്? ഇരയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ അക്രമമാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും മറ്റ് ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മനു, നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് ജാമ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൾസർ സുനി ഹൈക്കോടതിയിൽ വീണ്ടും അപേക്ഷ നൽകിയത്. ഈ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇര അനുഭവിച്ചത് ക്രൂരമായ അതിക്രമമാണ് എന്ന് ഇരയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ ആക്രമണമാണെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഒപ്പം തന്നെ 6 വർഷമായി വിചാരണ തീരാതെ ജയിലിൽ പ്രതി തുടരുമ്പോൾ ജാമ്യം ഒരു അവകാശമായി മാറില്ലേ എന്നും പ്രോസിക്യൂട്ടറോട് ജഡ്ജി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണന്റേതാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന പരാമർശം. പ്രതിക്കെതിരെയുള്ള കുറ്റം ഗൗരവമേറിയതാണെന്നും പ്രഥമ ദൃഷ്ട്യാ ഇരയുടെ മൊഴിയും തെളിവുകളും പ്രതിക്കെതിരെ ഉള്ളതാണെന്നും ജാമ്യം നൽകരുത് എന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ഏതായാലും പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വാദം പൂർത്തിയായിട്ടുണ്ട്. ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിച്ചത്. വിവിധ വിധിന്യായങ്ങൾ പ്രതിയുടെ അവകാശത്തെ അനുകൂലിക്കുന്നു എന്നും ജഡ്ജി ഈ വാദത്തിനിടെ പറയുകയുണ്ടായി. ഏതായാലും കേസിൽ എറണാകുളം സെഷൻസ് കോടതിയിൽ സാക്ഷികളുടെ മൊഴിയെടുപ്പ് പൂർത്തിയാകുന്നു. ഇനി അന്തിമവാദം മാത്രമേ ബാക്കിയുള്ളൂ എന്നും പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂട്ടർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ ഉത്തരവ് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മനു, പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്.